അങ്ങനെ 18 ദിവസമായപ്പോൾ നമ്മുടെ മുട്ടകൾ ഏകദേശം വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 7 കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് മുട്ടകൾ തിരിച്ചു വെക്കേണ്ടതെന്നതിനെ പറ്റിയിട്ടാണ്. അത് ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ്. എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കാമെന്ന് തിരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് മുട്ടകൾ എങ്ങനെയാണ് തിരിച്ചു വെക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത മുട്ടകളെല്ലാം മാർക്കിംഗ് എല്ലാം വെള്ളാക്കിയാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വെള്ളവും എല്ലാം കാര്യങ്ങളും ഫില്ലാണ്. ഇനി നമുക്ക് ഒരു സൈഡ് മുതൽ ഉള്ള മുട്ടകൾ തിരിച്ചു വെക്കാം. ഇപ്പോൾ വര നമ്മുടെ നേരത്തെ മേൽവശത്തായിരുന്നു. ഇനി നമ്മൾ അടിവശത്തായി വരുന്ന രീതിയിലേക്ക് മുട്ടകൾ പതുക്കെ തിരിച്ചു വെക്കുക. മുട്ടകൾ എടുത്ത് തിരിക്കാതിരിക്കുക, അവിടെ വെച്ച് തന്നെ പതുക്കെ തിരിക്കുക. അങ്ങനെ എല്ലാ മുട്ടകളും ഇപ്പോൾ വരകളുടെ അടിവശത്താകുന്ന രീതിയിലേക്ക് എല്ലാ മുട്ടകളും സെറ്റ് ചെയ്തെടുക്കുക. നമ്മൾ എടുക്കുമ്പോൾ മുട്ടകൾ തമ്മിൽ കൂട്ടിമുട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ചെറിയ പൊട്ടൽ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തന്നെ ചീഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് തന്നെ മുട്ടകൾ പതുക്കെ തിരിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ മുട്ടകളെല്ലാം തന്നെ നമ്മൾ ഒരു 4 മണിക്കൂർ കൂടുമ്പോൾ തിരിച്ചു വെക്കാവുന്ന പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ താഴത്തേക്ക് വെക്കുന്നു. ഇനി ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ച് മുകളിലേക്കാകുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. അങ്ങനെ നമ്മളൊരു 10-18 ദിവസത്തേക്ക് അങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുക. പിന്നീടുള്ള ദിവസങ്ങളിൽ തിരിക്കേണ്ട കാര്യമില്ല. നോർമൽ അങ്ങനെയുള്ള കണ്ടീഷനിൽ തന്നെ വെച്ചാൽ മതി. 18 ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് മുട്ടയുടെ തോടുകളൊക്കെ പൊട്ടുന്നതും ഷേപ്പുകൾ മാറുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ നോക്കി ചെയ്യുക. അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ ലെവൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. വെള്ളം കുറയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റീഫിൽ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം 18 ദിവസമായപ്പോൾ കാണുന്നതാണ്. മുട്ടയുടെ തൊണ്ടുകളൊക്കെ പൊട്ടി ചുണ്ടുകൾ പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ ഈ സാധനമൊക്കെ വിരിഞ്ഞ് പുറത്ത് വരും. ചില മുട്ടകൾ ചീഞ്ഞ് പോയിട്ടുണ്ട്. നമ്മൾ എടുത്തപ്പോൾ സെലക്ട് ചെയ്തപ്പോൾ കുഴപ്പമാണ്. അറിയാൻ പറ്റില്ല. ചിലതൊക്കെ എവിടെയെങ്കിലും തട്ടുമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിരിയുന്ന സമയമാകുമ്പോൾ മാത്രമേ ഉള്ളൂ പൊട്ടി അത് ലീക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ ഒരു 20 വെക്കുമ്പോൾ ഒരു 3-4 അങ്ങനെ പോകും. ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കില്ല. കോഴി ഇടുമ്പോൾ തന്നെ ചിലപ്പോൾ എവിടെയെങ്കിലും മുട്ടിയിട്ടൊക്കെ ചെറിയ സ്ക്രാച്ച് ഉണ്ടാകും. അത് നമ്മൾ ശ്രദ്ധിക്കില്ല. ഇപ്പോഴത്തെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് ചുണ്ടുകളൊക്കെ ചില മുട്ടകളിലൊക്കെ പുറത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-12 മണിക്കൂറിനുള്ളിൽ ഇതിൽ വിരിയും. അത്യാവശ്യം ചില മുട്ടകളെല്ലാം വിരിഞ്ഞ് കിട്ടും. ബാക്കിയുള്ളത് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാലും 21 ദിവസവും 22 ദിവസവും നമുക്ക് പൂർണ്ണമായിട്ടും എല്ലാം തന്നെ വിരിഞ്ഞ് കിട്ടും. അങ്ങനെ ആദ്യത്തെ നമ്മുടെ കുഞ്ഞ് വിരിഞ്ഞ് പുറത്ത് വന്നിട്ടുണ്ട്. അതിലിപ്പോൾ രണ്ടാമത്തെ തന്നെ ഇപ്പോൾ ഒരു 3-4 മണിക്കൂറിൽ തന്നെ അതും കൂടി പുറത്ത് വരും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ മുട്ടകൾ വിരിഞ്ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു 2 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുക. കാരണം ഇത് വിരിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തുകൂടി ബാക്കിയുള്ള കുഞ്ഞുങ്ങളെല്ലാം കിടന്ന് ഓടും. അപ്പോൾ ഉള്ള മുട്ടകൾക്ക് പൊട്ടൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിരിയാറാകുന്ന സമയത്ത് പ്രത്യേക ഒരു ശ്രദ്ധ മുട്ടയുടെ കാര്യത്തിലുണ്ടാകണം. കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനെ മാറ്റാനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കണം. ഇപ്പോൾ 2 കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞിട്ട് മെഷ് വെച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മുട്ട വിരിഞ്ഞിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ പോയി നിൽക്കുന്ന ചൂടുള്ള അവസ്ഥയ്ക്കാണ്. അപ്പോൾ നമ്മൾ ഈ മെഷ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ചൂടുള്ള ഭാഗത്തേക്ക് വരും. ആ വെള്ളത്തിലോട്ട് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നേരത്തെ എനിക്ക് 2 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മെഷ് വെക്കുന്ന കാര്യം. ഇപ്പോൾ നിലവിലൊരു 6 കുഞ്ഞിനടുത്ത് വിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 19ാമത്തെ ദിവസമാണ്. 19ാമത്തെ ദിവസത്തിലേക്ക് 6 കുഞ്ഞുങ്ങളായിട്ടുണ്ട്. എല്ലാം തന്നെ നല്ല ഉഷാറായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത് നാടൻ കോഴിയുടെ മുട്ടകളാണ് ഇതിനകത്ത് വെച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം മുട്ടകളിപ്പോൾ വിരിയാനുള്ള മുട്ടകളുടെ ഷേപ്പുകളിൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാകും. കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ നേരത്തെ വെച്ചതിൽ നിന്നും വ്യത്യാസമായിട്ട് ചില മുട്ടകൾക്ക് സൈസുകൾ കാര്യങ്ങളൊക്കെ മാറും. ഇപ്പോൾ 6-7 കുഞ്ഞുങ്ങളെടുത്തായിട്ടുണ്ട്. 19ാം ദിവസം തന്നെ 7 കുഞ്ഞുങ്ങളെടുത്ത് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മുട്ടകളുടെ പുറത്ത് ഈ കുഞ്ഞുങ്ങളെല്ലാം കിടന്ന് ഓടും. മുട്ടകൾ പൊട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നമുക്ക് വേറൊരു ഷെൽട്ടറിലോട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 60 വാട്ട്സിൻ്റെ ബൾബ് സെറ്റ് ചെയ്തെടുക്കുക. കുഞ്ഞുങ്ങളെ മാറ്റാനുള്ളൊരു സജ്ജീകരണം ചെയ്യുക. എന്നിട്ട് അതിലേക്ക് മാറ്റുക. ഇപ്പോൾ ഞാൻ മാറ്റിയിട്ടിരിക്കുകയാണ്. ഇതേപോലെ ഒരു ബൾബിട്ട് അതിന് ചൂട് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുക. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെല്ലാം കൂടി വിരിയും. അപ്പോൾ നമുക്കതിനെ കൂടി ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ
ഇത് ആ ചൂടിൽ കിടന്ന് ഇത്തിരി കൂടി ഉഷാറായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫീഡുകളും കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ വെള്ളം കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുക. ബാക്കി മുട്ടകൾ ഏകദേശം വിരിയാറായി വരുന്നുണ്ട്. അപ്പോൾ മുട്ടകൾ മാറ്റിക്കഴിഞ്ഞപ്പോൾ ബാക്കി ഉള്ള മുട്ടകൾ സേഫായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻസായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടമായി ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.